അക്കാഡമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഇനി ഊന്നൽ നൽകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അക്കാഡമിക് തലം ശക്തമാക്കുന്നതിൻ്റെ ആണിക്കല്ല് പ്രീ പ്രൈമറി തലം മുതൽ ആരംഭിക്കുന്ന വിദ്യാഭ്യാസ പരിശീലനമാണ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കൂടുതൽ മികവുറ്റതാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെ നടപടി സ്വീകരിക്കും? അതുപോലെ ഈ രംഗത്ത് സ്ഥാപനങ്ങളുടെ ലൈസൻസിംഗ് ഗുണനിലവാരം പരിശോധനയും എങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, 6 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഓരോ കുട്ടിയുടെയും ബ്രെയിനിൻ്റെ 85% വളർച്ചയും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും ഓരോ കുട്ടിക്കും നിർബന്ധമായി ലഭിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യമായിട്ടാണ് സാർ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്ത് ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. ഈ ചട്ടക്കൂട് അനുസരിച്ചുള്ള പുതിയ പാഠപുസ്തകങ്ങളും അടുത്ത അധ്യയന വർഷത്തോടുകൂടി കുട്ടികൾക്ക് ലഭിക്കും. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി വർണ്ണക്കൂടാരങ്ങൾ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇതുവരെ 1108 വർണ്ണക്കൂടാരങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു. സർ, ഓരോ വർണ്ണക്കൂടാരത്തിനും 10 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. കൂടാതെ ഓരോ ജില്ലയിലും 3 വീതം മോഡൽ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളും സജ്ജമാക്കുന്ന പദ്ധതി പുരോഗമിച്ചു വരികയാണ്. സർ, ഇതുവരെ 42 എണ്ണം പൂർത്തിയായി. വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 500 എണ്ണം കൂടി ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, പ്രീ പ്രൈമറി അധ്യാപകർക്കായി 3 ദിവസത്തെ അധ്യാപക പരിശീലന പരിപാടിയും ഓരോ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മേഖലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. പ്രീ പ്രൈമറി മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായുള്ള മാർഗരേഖ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രീ മുകേഷ്. സർ, ഹയർ സെക്കൻഡറി തലത്തിൽ 2 ദശാബ്ദങ്ങൾക്ക് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കുകയാണെന്നും ഈ മാസം മുതൽ അതിനുള്ള പ്രവർത്തനം നടത്തുമെന്നും അങ്ങ് വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്ത അധ്യയന വർഷം തന്നെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുന്നു. ശ്രീ പി ടി റഹീം. മിനിസ്റ്റർ. സാർ, സംസ്ഥാനത്ത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ആദ്യഘട്ടം 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ 2024 മെയ് മാസം തന്നെ അച്ചടി പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങളും 2025 ജൂൺ മാസത്തിൽ കുട്ടികളുടെ കൈകളിൽ എത്തുമെന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുകയാണ്. സാർ, പ്രീ പ്രൈമറി ഹയർ സെക്കൻഡറി മേഖലയിലും പാഠപുസ്തകങ്ങൾ ഈ വർഷം തന്നെ പരിഷ്കരിക്കുന്നതാണ്. SCERTയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ NCERT തയ്യാറാക്കിയതും SCERT കേരള തയ്യാറാക്കിയതുമായ പാഠപുസ്തകങ്ങളാണ് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളാണ് 44 എണ്ണം നമ്മൾ ഉപയോഗിക്കുന്നത്. പരിഷ്കരണത്തിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ SCERT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണ നടപടികൾ ആരംഭിക്കും. 2026 പരിഷ്കരിച്ച നടപടികൾ പൂർത്തീകരിക്കും. ജൂലൈ ആദ്യവാരം തന്നെ ഇതിനായുള്ള സംസ്ഥാനതല ശില്പശാല നടത്തും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം കൂടി സ്വീകരിച്ചാണ് ഈ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത്.